നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമി കുലുക്കം അല്ലെങ്കിൽ വരുന്ന മറ്റുള്ള സുനാമി പോലുള്ള കാര്യങ്ങൾ പൊതുവിൽ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അടുത്തടുത്തുണ്ടാകുന്ന ചെറിയ ഭൂമി കുലുക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ മുരളി തുമ്മാരുകുടി പറഞ്ഞിരിക്കുന്നത്. മുരളി തുമ്മാരുകുടി അദ്ദേഹം പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെങ്കിലും അതിലൊക്കെ തന്നെ കൃത്യമായ ഒരു പ്രവചനം അദ്ദേഹം നൽകാറുണ്ട്. പലപ്പോഴും അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് വളരെ ആഴത്തിൽ അദ്ദേഹം പഠനം നടത്തി അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം അത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എപ്പോഴും ഏറെ പ്രാധാന്യം നൽകുന്നതാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ അത്തരം പോസ്റ്റുകളിൽ അത് വളരെ നല്ല കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഉപകാരപ്രദമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ആ പോസ്റ്റുകളും ഒരുപാട് ആളുകളാണ് അത് ഷെയർ ചെയ്യാറുള്ളത്. ഇപ്പോൾ റഷ്യയിലെ ഭൂമി കുലുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഭൂമി കുലുക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ 2 ആഴ്ചയായി 5-നും 6-നും ഇടയ്ക്ക് തീവ്രതയുള്ള അനവധി ഭൂമി കുലുക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണെന്നും തുമ്മാരുകുടി പറഞ്ഞു വെക്കുന്നു. അതേസമയം സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും പ്രവർത്തനക്ഷമവുമായതിനാൽ ഏറെ ദൂരെ കിടക്കുന്ന ഹവായിൽ പോലും സുനാമി മുന്നറിയിപ്പ് എത്തി. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തിടത്താണ് പ്രശ്നങ്ങൾക്ക് സാധ്യതയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പ് വായിക്കാം. റഷ്യയിലെ ഭൂമി കുലുക്കവും ജപ്പാനിലെ സുനാമിയും, ഇതാണ് തലക്കെട്ട്. ഇന്നലെ രാത്രി റഷ്യയിൽ ഒരു വമ്പൻ ഭൂകമ്പം ഉണ്ടായതായുള്ള വാർത്ത കണ്ടു കാണുമല്ലോ. മൊമെന്റ് സ്കെയിലിൽ 8.8 ആണ് ഇതിന്റെ തീവ്രത. ഭൂമി കുലുക്കത്തിന്റെ സ്കെയിലിൽ 7-ഉം 8-ഉം തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 30 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തീവ്രതയിലുള്ള ഒന്നാണിത്. ഈ നൂറ്റാണ്ടിൽ 2004-ലെ ഇന്തോനേഷ്യൻ ഭൂമികുലുക്കവും 2011-ലെ ജപ്പാൻ ഭൂമികുലുക്കവും മാത്രമാണ് ഇതിൽ വലുതായിട്ടുള്ളത്. ഇത് ആ രണ്ടിലും 10,000-ങ്ങൾ മരിച്ച ഓർമ്മയുണ്ടല്ലോ. നഗരങ്ങളിലോ ഏറെ ആൾപ്പാർപ്പുള്ള പ്രദേശങ്ങളിലോ അല്ല ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂകമ്പത്തിലെ കെട്ടിടങ്ങൾ തകർന്നുള്ള മരണം ഭൂകമ്പത്തിന്റെ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ അത്ര വലുതായിരിക്കില്ല. നല്ല കാര്യം. പക്ഷേ ഇത് ഉയർത്തിവിടുന്ന സുനാമി അടുത്ത മണിക്കൂറുകളിൽ പസഫിക്കിൽ ആകെ പടരും. ഇപ്പോൾ തന്നെ ജപ്പാന്റെ വടക്ക് ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കൃത്യവും പ്രവർത്തനക്ഷമവുമായതിനാൽ ഏറെ ദൂരം കിടക്കുന്ന ഹവായിൽ പോലും സുനാമി മുന്നറിയിപ്പ് എത്തി. ആളുകൾ ഉയരങ്ങളിലേക്ക് മാറുന്നു. മുന്നറിയിപ്പ് ലഭിച്ചുള്ളവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുന്നതിനാൽ ഈ ഭൂമി കുലുക്കത്തിൽ വലിയ ആൾനാശം ഉണ്ടാകില്ല എന്ന് കരുതാം. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്ത ദ്വീപുകളിലാണ് അപായ സാധ്യത കൂടുതൽ. ഈ ഭൂമി കുലുക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ 2 ആഴ്ചയായി 5-നും 6-നും ഇടയ്ക്ക് തീവ്രതയുള്ള അനവധി ഭൂമി കുലുക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഭൂമി കുലുക്കം പൊതുവിൽ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അടുത്തടുത്തുണ്ടാകുന്ന ചെറിയ ഭൂമി കുലുക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും സുനാമി തിരകൾ റഷ്യയും ജപ്പാനിലും എത്തി. റഷ്യയുടെ കിഴക്കൻ മേഖലയിലായ കാംചത്തക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അപകടം പിടിച്ചൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റും പുറത്തു വരുന്നത്. റഷ്യയിലെ സെവോറോ കുർസിൽക്ക് മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് കയറുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായത്. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട 6ാമത്തെ വലിയ ഭൂചലനമാണിത്. ശാന്തസമുദ്രത്തിൽ പെട്രോപാവ്ലോവ്സ്ക് കാംചാറ്റ്സ്കി നഗരത്തിൽ തെക്ക് കിഴക്കായി 126 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011-ൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു. ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അലാസ്കയിലും ഹവായിലും US അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ജപ്പാനിൽ 9 അടി വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്കിടെയുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ഇതെന്നും കംചട്ക ഗവർണർ വ്ളാഡിമിർ സോളോഡോവ് പറഞ്ഞു. ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം. സുനാമി ഭീഷണി കണക്കിലെടുത്ത് സഖാലിൻ ദ്വീപിൽ നിന്ന് ആളുകളെ മാറ്റി. ജൂലൈ 20-ന് റഷ്യയിൽ 1 മണിക്കൂറിനോടെ 5 ഭൂചലനമാണ് ഉണ്ടായത്. തുടർചലനങ്ങളെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 6.7 മുതൽ 7.4 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്.
1900 മുതൽ 8.3 തീവ്രത രേഖപ്പെടുത്തിയ 7 ഭൂചലനങ്ങൾ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. 1952 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് ആളപായം ഉണ്ടായില്ല. റഷ്യയിലെ കിഴക്കൻ മേഖലയിലെ കാംചത് ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലും റഷ്യയിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചു. റഷ്യയിലെ തുറമുഖ നഗരമായ സെറവോറെ കുർസിൽക്ക് മേഖലയിലും സുനാമി തിരകൾ കരയിലേക്ക് കയറുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിലുണ്ടായത്. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട 6ാമത്തെ വലിയ ഭൂചലനമാണിത്. ശാന്തസമുദ്രത്തിൽ പെട്രോപാവ്ലോവ്സ്ക് കാംചത്സ്കി നഗരത്തിന് തെക്ക് കിഴക്കായിട്ടാണ് പ്രഭവ കേന്ദ്രമെന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. ഏകദേശം 2000 പേർ താമസിക്കുന്ന ഒരു തുറമുഖ പട്ടണമായ സേവേറോ കുർസിൽക്ക് നിലവിൽ വെള്ളത്തിലാണ്. ഇവിടേക്ക് കടൽ ഇരച്ചു കയറിയതായി റഷ്യയുടെ എമർജൻസി മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലും സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ആ മേഖലകളിൽ നിന്നൊക്കെ തന്നെ വളരെ വേഗത്തിലാണ് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നത്. 2011 ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു. ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അലാസ്കയിലും ഹവായിലും US അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ജപ്പാനിൽ 9 അടി വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിലാണ് ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പറപ്പിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാക്കാനായിട്ട് ഇനി സാധിക്കുന്നുണ്ട്. 1.9 മില്യൺ ആളുകളെ ഒഴിപ്പിക്കുമെന്ന് ജപ്പാനും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് 9 ലക്ഷത്തോളം ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നാണ് രാജ്യത്തെ ഫയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെല്ലാം തന്നെ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോവുകയാണ്. റഷ്യയുടെ കിഴക്കൻ തീരത്തും സുനാമി ഉണ്ടായെന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2000 പേരോളം താമസിക്കുന്ന ഒരു തുറമുഖ പട്ടണമായ സെവറോ കുറിൽസിക്കാണ് നിലവിൽ വെള്ളത്തിലായിരിക്കുന്നത്. ഇവിടെയും ഈ മേഖലകളിലൊക്കെ തന്നെ ഇനിയും സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറണമെന്നാണ് മുന്നറിയിപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്.